നമ്മുടെ ജോനാക്കുട്ടിനെ പ്രായപൂർത്തിയാകുന്നുണ്ട്. അവന് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം തുറക്കാൻ പോകുന്നത് ഞാനാണ്. അത് അപ്പനെ കൂടെ ഉണ്ട്. അപ്പനെ പോകുന്നില്ല, ഞാനും പറഞ്ഞു ഇതെല്ലാം നോക്കണ്ട, തുറക്കാനില്ല. അങ്ങോട്ട് ക്യാമറ കൊണ്ടുവരും, ഞാൻ കാണിക്കില്ല, തരത്തില്ല. ഞാൻ തുറക്കും. ആ ഇതേ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി സാധനം കേട്ടോ. അടിപൊളി സാധനം. അവന്റെ ബുദ്ധി വളർച്ചയ്ക്കായി നമുക്കിത് യൂസ്ഫുൾ ആണ്. അതിനകത്ത് കമ്പ്യൂട്ടർ ആണ്, സൗണ്ടൊക്കെ ഉണ്ടാകും. അങ്ങനെ ഓണാക്കുന്നത് ഓണായി. ഓക്കെ മതി, അത് മതി, അത് മതി. നിർത്തണ. അത് ഒരു മികച്ച ഗിഫ്റ്റ് ആയിട്ടുള്ളൂ, അടിപൊളിയാണ് കേട്ടോ. അടുത്തത് ദേ പറക്കുന്ന പൂമ്പാറ്റ കൊടുത്തൊരു കൊച്ച്. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് പറക്കുന്നു, നമുക്ക് നോക്കാം കേട്ടോ. നാളെ പറപ്പിക്കാം കേട്ടോ. അത് കൊള്ളാം. ഇതിനെ കിട്ടിയിരിക്കുന്ന ഒരു 4 ചോയ്സ് ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എടുക്കും. ഇത് 3 ഉണ്ട്. അതിലൂടെ ആ പെട്ടികൾ കൂട്ടി 4. പിന്നെ അതെ അടിപൊളി ഷൂ. ഇത് ഇടുങ്ങിയ സാധനമാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ട് പറയല്ല, അടിപൊളി സാധനം. പിന്നെ അവന് കളിക്കാൻ ഒരു ടാട്ടറുണ്ട്. കേട്ടോ, ടാട്ടറുണ്ട്. അടുത്ത സാധനം പൊട്ടിക്കാൻ പോകുന്നു. ഇതൊക്കെ നിങ്ങൾ തന്നെ ക്ലീൻ ആയിക്കോളാം കേട്ടോ. അതെ ഉയ്യോ മോനെ കിഴിയില്ല സാധനം. മോനെ എന്താ അറിയത്തില്ല, അടിപൊളി സാധനമാണ് കേട്ടോ. ജേറ്റിന്റെ കാര്യം അയ്യോ, ഇതൊക്കെ ചെറുപ്പത്തിൽ ഊരാല. ഇത്ര ചേച്ചി റിമോട്ട് കൺട്രോളാണോ? അല്ല, പക്ഷെ സാധനം കൊള്ളാം കേട്ടോ. ഇവിടെ പക്ഷേ ഇവിടെ ഇത് UK ഗൈസ്. ഇവിടെ മണ്ണും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവൻ ഈ റോഡിൽ കൂടെ ചുമ്മാ വീടിനകത്ത് റോഡ് ചിലക്കേണ്ടി വരും. അതൊന്നും സങ്കടം. നാട്ടിലാണെങ്കിൽ ഇവൻ മണ്ണൊക്കെ വാരി കളിക്കുക. ഇത് വന്നും വന്ന് കളിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സാധനം അടിപൊളിയായിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇത് കുറച്ച് മൃഗങ്ങളാണ്. ഇത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നമ്മൾ സെറ്റ് ചെയ്താണ്. അടിപൊളിയാണ്. പിന്നെ ജോനപ്പന് റിമോട്ട് കൺട്രോൾ ചെയ്യാൻ അവന് ഓടിക്കാനായിട്ടില്ല. പക്ഷെ അവന് കുറച്ച് അവന് ഓടിക്കാം, മനസ്സിലാവും. അവന് വേറെ അടിപൊളി കാർ കഴിഞ്ഞ ബർത്ത്ഡേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ കളയുന്നു അല്ലേ, അവനത് എറിഞ്ഞ് കളഞ്ഞു കഴിച്ചു. അവന് കിട്ടത്തില്ല. ഈ സാധനം ഉണ്ടോ, ഇതവന് കളിക്കാറുണ്ട് റിമോട്ട് കൺട്രോൾ. അടുത്ത പ്രാവശ്യം ഞാൻ അവിടെ അവനെ മോൺസ്റ്റർ ട്രക്ക് വാങ്ങിച്ചു കൊടുക്കും. അത് വലിയ സാധനമാണ്. അതുകൊണ്ട് അവൻ ഇടിച്ച് ശിശോപ്പനെ കൊല്ലും. അവൻ്റെ അപ്പനെ അവൻ കൊല്ലും. അവനെ കൊണ്ട് ഇടിച്ച്. അത് അടിപൊളി സാധനമാണ്. പിന്നെ അവന് നൈസായിട്ട് ക്യൂട്ടുള്ള കുറേ ഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സാണ് അത് കൊള്ളാം. അവന് കുറെ തൊപ്പി ഇട്ടിട്ടുണ്ട്. പക്ഷെ അവന് വേണ്ടെങ്കിൽ ആണോ, അത് കുഴപ്പമില്ല. സാറിന്റെ മാർബലായതുകൊണ്ട് നമുക്ക് വേണ്ടി നോക്കാം. എനിക്ക് ശരി എടുത്ത ഞാൻ ഇവിടുന്ന് പോകുന്ന ഷോണിക്ക് എന്നെ എന്റെ കൊച്ചിനെ തൊപ്പി എടുത്തോണ്ട് പോയി. ഇതാണ് അത് കൊള്ളാം. അവന് പെയിന്റ് ചെയ്യാനും വരയ്ക്കാനായിട്ട് സ്റ്റോറീസ് വായിക്കാനായിട്ടില്ല. പക്ഷെ അവന് പെയിന്റ് കഴിക്കും പറയാം. അതാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. കുറേ ഡ്രസ്സ് കുറേ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടപ്പെടും. ഈ വലിയതാകുമ്പോൾ എനിക്ക് കണ്ട് അവന്റെ ഗിഫ്റ്റുകളെല്ലാം തുറന്നു. എല്ലാത്തിനും ഡ്രസ്സാണ് കേട്ടോ. എനിക്കിത് എല്ലാ സാധനത്തിനും ഗിഫ്റ്റ് ഉണ്ട്. അത് ഇതെന്താണെന്ന് അറിയില്ല. നമ്മൾ ചേട്ടൻ മൂത്താപ്പുള്ള ഡ്രസ്സാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. പിള്ളേർക്ക് എപ്പോഴും വലിയ സാധനത്തിലുള്ള താല്പര്യം. അതുകൊണ്ട് വലിയ സാധനം തീരുമാനം. ഇത് അടിപൊളിയാണ്. ഇച്ചിരി ഹെവി സാധനമാണ്. അയ്യോ ഇത് കാറാണ് കേട്ടോ. സേഫ്ലി പാക്ക് ചെയ്ത് വരുന്നതാണ്. ഇത് പുറത്തെടുത്താൽ തിരിച്ച് വെക്കാൻ പറ്റുന്ന കാര്യമില്ല. എടുക്കാം. ഇതവന് ഇഷ്ടപ്പെടും. കാര്യം ഇതവനെ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കളിക്കണം. അവനെ കുറച്ച് ബുദ്ധിയുണ്ട്. അവൻ എല്ലാ സാധനവും അവന് ചെറുപ്പം തൊട്ട് ഇവർ ഓരോ സാധനം നിൽക്കുന്ന സാധനങ്ങളെ കളിക്കാൻ പറ്റുള്ളൂ. അവന് ഐഡിയ ഉണ്ട് എങ്ങനെ ചെയ്യണം. അപ്പം നമ്മളെക്കാൾ നന്നായിട്ട് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റും ഇതെങ്ങനെ ചെയ്യണം. എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മേ ബി അവൻ അറിയാം. നാളെ അവൻ എഴുന്നേൽക്കുമ്പോൾ അവൻ കളിക്കുന്ന കാര്യം എനിക്ക് തോന്നും. പക്ഷെ നാളെ ഇല്ല കേസ്. അവൻ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ ഇവിടെ ഇല്ല. കാരണം അന്ന് തന്നെ വീട്ടിൽ പോകുന്നു. പക്ഷേ ഈ സാധനം കൊള്ളാം കേട്ടോ. അത് അടിപൊളിയാണോ. എനിക്ക് തോന്നുന്നത് കിട്ടിയ ഗിഫ്റ്റിലെല്ലാം അടിപൊളിയാണ്. ഒന്നും കുറവ് പറയാൻ പറ്റത്തില്ല. എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. പക്ഷെ അവൻ്റെ ലക്കം കേട്ടോ. ചെറുപ്പത്തിൽ എനിക്കൊരു പഞ്ഞിമുട്ടായി പോലും കിട്ടിയിട്ടില്ല എൻ്റെ ബർത്ത്ഡേക്ക്. അതങ്ങനെ ഞാൻ 25 വയസ്സുള്ള മുട്ടായി ഒരു തുണി കൊടുത്തില്ല ബർത്ത്ഡേക്ക്. പക്ഷേ അതെ ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പൊക്കെ ജനിക്കണ്ടായിരുന്നു. നേരത്തെ എനിക്ക് എൻ്റെ ഒരു നഷ്ടം. അപ്പം ഇതാണ് ജോനാസിൻ്റെ എല്ലാ ഗിഫ്റ്റെല്ലാം കാണിച്ചെടുത്തത്. ജോനാസിൻ്റെ പരിപാടി നമ്മൾ കളറാക്കിയിട്ടുണ്ട്. ഇനി നാളെ അവർ പള്ളി കൊണ്ട് എല്ലാവർക്കും മുട്ടായി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ അറിയത്തില്ല, കൊടുക്കുമായിരിക്കും. കൊടുക്കും കേട്ടോ. അപ്പം ഇത് ജോനാക്കി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുമായിരിക്കും. JCBs അല്ല. പക്ഷേ അവൻ ഇങ്ങനെയുള്ള സാധനത്തെക്കാട്ടൊക്കെ താല്പര്യമുള്ളൂ. അവൻ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഈ ഞെക്കാനും ഇടിക്കാനൊക്കെ ഉള്ള ഐറ്റംസാണ് താല്പര്യം. പിന്നെ മൃഗങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ബൈ. അൺബോക്സിംഗ് വീഡിയോ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ജോനാസിയുടെ ബർത്ത്ഡേ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ജോനാച്ചി. ബൈ ബൈ.